ഒന്നാമത്തെ കാര്യം ഇതാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവും. അതെങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്? അതായത് എനിക്ക് എന്തെങ്കിലും മനപ്രയാസം വരുമ്പോൾ ഞാൻ ഒരു വെന്റിലേഷൻ കണ്ടെത്താറുണ്ട്. അതിതാണ്, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിക്കകത്ത് പോയി ഞാൻ ഈ മനപ്രയാസം എഴുതി വെക്കും. എഴുതി കർത്താവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. അതെന്താണ്? അതാണ് പ്രാർത്ഥനയിലെ ഉറപ്പ്. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉറപ്പതാണ്. ഇത് ദൈവത്തെ ഏൽപ്പിച്ച് കഴിഞ്ഞു, അതാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? ഒരു വിഷയം ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ഒരർത്ഥം അതാണ്. പ്രാർത്ഥനയുടെ പ്രാഥമിക അർത്ഥം അതാണ്. അപ്പോൾ ദൈവത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് നിങ്ങളുടെ സമസ്ത നീറുന്ന പ്രശ്നങ്ങളെയും എടുത്തു വെക്കുന്ന പരിപാടിയുടെ പേരാണ് പ്രാർത്ഥന. അപ്പോൾ ഒരാൾ അത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി കർത്താവ് അതിനകത്ത് ഇടപെട്ടോളും. ദൈവത്തിനൊരു തീരുമാനം ഉണ്ടാവും. ദൈവത്തിൽ നമുക്കുള്ള ഉറപ്പതാണ്.